പ്രിയ സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചു കേൾക്കൂ. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ അവൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടിവരുന്ന ഒരു സമയമുണ്ടാകും. കൂടെ ആരുമില്ലാതെ, കുടുംബമോ സുഹൃത്തുക്കളോ സമൂഹമോ ആരുമില്ലാതെ പെട്ടെന്നെല്ലാവരും അപ്രത്യക്ഷരാകും. അപ്പോഴാണ് ഈ ലോകത്ത് സ്വന്തം കാലിൽ നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നത്. പലരും ഈ സത്യം തിരിച്ചറിയുന്നത് ഒരുപാട് വൈകിയാണ്. ലോകം മുഖം തിരിക്കുമ്പോൾ, സ്വന്തമെന്ന് കരുതിയവർ പോലും അകന്നു നിൽക്കുമ്പോൾ, സഹായം പ്രതീക്ഷിച്ചു നമ്മൾ ചുറ്റും നോക്കുമ്പോൾ എല്ലാ വാതിലുകളും അടഞ്ഞതായി കാണുമ്പോൾ, ആ നിമിഷം മനസ്സിൽ ഒരു ചോദ്യം മാത്രമുയരും: എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? എന്നാൽ സത്യം ഇതാണ്, ഇത് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ചിലർ തകർന്നുപോകുന്നു, മറ്റു ചിലർ ആ ഇരുട്ടിലും തങ്ങളുടെ ഉള്ളിലെ വെളിച്ചം കണ്ടെത്തുന്നു എന്നതിൽ മാത്രമാണ് വ്യത്യാസം. നിങ്ങൾക്കൊരു താങ്ങാകാത്തിടത്തോളം ഈ ലോകത്ത് ആരും ആരുടെയും താങ്ങാകില്ല. നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാത്ത പക്ഷം ഈ ലോകം നിങ്ങളെ കൈപിടിച്ച് നടത്തില്ല. ഇവിടെ ഓരോരുത്തരും വരുന്നത് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളെ തലയിലേറ്റി നടന്നവർ തന്നെ അടുത്ത നിമിഷം നിങ്ങളെ താഴെയിട്ടേക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, സ്വന്തം നിലയിൽ ജീവിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ ഈ ലോകം നിങ്ങളെ ഉപേക്ഷിക്കും. സുഹൃത്തുക്കളെ, ഈ ലോകം ശക്തരെയാണ് ആദരിക്കുന്നത്, ദുർബലരെ മറന്നുപോകുന്നു. നിങ്ങളെപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കുകയാണെങ്കിൽ ഈ ലോകം ഒരു ദിവസം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ മറക്കും. എന്നാൽ നിങ്ങൾ ഇന്നു മുതൽ സ്വന്തം നിലയിൽ ജീവിക്കാൻ പഠിച്ചാൽ ഈ ലോകം ഒരുനാൾ നിങ്ങളെ ഉദാഹരണമായി പറയും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കുഞ്ഞ് ആദ്യമായി നടക്കാൻ പഠിക്കുമ്പോൾ അത് വീഴുന്നു, കരയുന്നു, പക്ഷെ വീണ്ടും എഴുന്നേൽക്കുന്നു. അത് വീണ്ടും വീണ്ടും വീഴുന്നു, പക്ഷെ ഒരു ദിവസം ആരുടെയും സഹായമില്ലാതെ നടക്കാൻ തുടങ്ങുന്നു. ജീവിതവും അതുപോലെ തന്നെയാണ്. തുടക്കത്തിൽ നമ്മളെല്ലാവരും വീഴുന്നു, പതറുന്നു, ഭയപ്പെടുന്നു. എന്നാൽ വീണ്ടും വീണ്ടും എഴുന്നേൽക്കുന്നവരാണ് അവസാനം ഓടുന്നത്. ഇവിടെയാണ് മനസ്സിന്റെയും ബുദ്ധിയുടെയും യഥാർത്ഥ പരീക്ഷണം ആരംഭിക്കുന്നത്. മനസ്സ് പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്തും. ഞാൻ വീണാൽ എന്ത് സംഭവിക്കും? ഞാൻ തോറ്റാൽ എന്ത്? ആളുകൾ എന്നെ പരിഹസിച്ചാലോ? ഈ ഭയമാണ് നമ്മളെ ദുർബലരാക്കുന്നത്. പക്ഷെ ഈ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. വീഴുന്നതൊരു ബലഹീനതയല്ല, വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കുന്നതാണ് യഥാർത്ഥ ശക്തി. ഗൗതമ ബുദ്ധൻ ഒരു അത്ഭുതകരമായ കാര്യം പറഞ്ഞിട്ടുണ്ട്: നിങ്ങളുടെ വിമോചനം നിങ്ങൾ സ്വയം നേടുക, മറ്റുള്ളവരെ ആശ്രയിക്കരുത്. നമ്മൾ നമ്മളെ തന്നെ കൈകാര്യം ചെയ്യാൻ പഠിക്കാത്ത പക്ഷം മറ്റാരും വന്ന് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തില്ല. ആധുനിക മനഃശാസ്ത്രവും ഇതുതന്നെയാണ് പറയുന്നത്. സ്വാശ്രയത്വം, സെൽഫ് റിലയൻസ് ആണ് ഒരു മനുഷ്യന്റെ മാനസികാരോഗ്യത്തിന്റെ ഏറ്റവും ശക്തമായ സ്തംഭം. നിങ്ങളുടെ സന്തോഷം, ദുഃഖം, തീരുമാനങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവയുടെ ഉടമ നിങ്ങൾ സ്വയമാകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് യഥാർത്ഥ സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത്. ഓരോ കാര്യത്തിനും മറ്റുള്ളവരുടെ സമ്മതവും സഹായവും ആശ്രയവും തേടുന്നവർ ഉള്ളിലെപ്പോഴും ദുർബലരായിരിക്കും. അവരുടെ ആത്മാഭിമാനത്തിന്റെ ചരട് മറ്റുള്ളവരുടെ കൈകളിലായിരിക്കും. ആരെങ്കിലും പ്രശംസിക്കുമ്പോൾ അവർ സന്തോഷിക്കുന്നു, ആരെങ്കിലും കുത്തുവാക്കുകൾ പറയുമ്പോൾ ദുഃഖിക്കുന്നു. എന്നാൽ സ്വന്തം തീരുമാനങ്ങളുടെ ഉടമകളായവർ, ശാന്തവും സ്ഥിരവുമായ മനസ്സുള്ളവർ, ലോകത്തിന്റെ പരിഹാസങ്ങളോ വിമർശനങ്ങളോ പ്രശംസകളോ അവരെ ബാധിക്കില്ല. അവർ സ്വന്തം വഴിയിലൂടെ മുന്നോട്ടു പോകും. ഒരു പഴയ പക്ഷെ സത്യമായ കഥയുണ്ട്. ഒരു ഗ്രാമീണൻ നഗരത്തിൽ ജോലി തേടിപ്പോയി. തുടക്കത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടു. ചിലപ്പോൾ വിശന്നുറങ്ങി, ചിലപ്പോൾ തെരുവുകളിൽ രാത്രി കഴിച്ചുകൂട്ടി. പക്ഷേ അവൻ തോൽക്കാൻ തയ്യാറായില്ല. സുഹൃത്തുക്കൾ അവനെ കൈവിട്ടു, ബന്ധുക്കൾ കുത്തുവാക്കുകൾ പറഞ്ഞു. പക്ഷേ അവൻ പിടിച്ചുനിന്നു. രാവും പകലും കഠിനാധ്വാനം ചെയ്തു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആ യുവാവ് ഒരു വലിയ കമ്പനിയുടെ ഉടമയായി മാറി. ഇപ്പോൾ ഒരിക്കൽ അവനെ പരിഹസിച്ചവർ തന്നെ അവനെ പ്രശംസിക്കാൻ തുടങ്ങി. സത്യത്തിൽ നിങ്ങൾ വിജയിക്കാത്തിടത്തോളം കാലം ഈ ലോകം നിങ്ങളെ അവഗണിക്കും. അതിനാൽ വിജയിക്കാൻ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക. എല്ലാ സമയത്തും സഹായം പ്രതീക്ഷിക്കുന്നത് ഉപേക്ഷിക്കുക. ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ മനസ്സിനോട് പറയുക: ശരി, ഇതെന്റെ പരീക്ഷയാണ്. ഞാനിത് തരണം ചെയ്താൽ ഒരു ശക്തിക്കും എന്നെ തടയാൻ കഴിയില്ല. നിങ്ങളുടെ പോരാട്ടങ്ങളെ ഭയപ്പെടുന്നത് നിങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ഈ ലോകവും നിങ്ങളെ ഭയപ്പെടുത്തുന്നത് നിർത്തും. ഇന്നത്തെ ഈ മുഴുവൻ വീഡിയോയിലും നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കാം, എങ്ങനെ മാനസികമായും സാമ്പത്തികമായും വൈകാരികമായും സ്വയം പര്യാപ്തരാകാം, എങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു ശക്തി ഉണർത്താം, അത് ഒരു പ്രശ്നത്തിനും നമ്മളെ തളർത്താൻ അനുവദിക്കില്ല. ഇനി നമ്മൾ മനസ്സിലാക്കും ഈ ലോകത്ത് ശക്തമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും ആവശ്യമായ ആ രഹസ്യങ്ങളെയും നിയമങ്ങളെയും കുറിച്ച്. കാരണം വീണിട്ടും ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നവരുടെ മുന്നിൽ മാത്രമേ ഈ ലോകം തലകുനിക്കുകയുള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ ലോകം എന്തിനു നിങ്ങളെ വിശ്വസിക്കണം? എല്ലാ രാവിലെയും സൂര്യൻ ഉദിക്കുമ്പോൾ ആരുടെയും അനുവാദം ചോദിക്കുന്നില്ല. എല്ലാ നദിയും ഒഴുകുമ്പോൾ മറ്റുള്ളവരുടെ സമ്മതം ചോദിക്കുന്നില്ല. എല്ലാ പൂവും വിരിയുമ്പോൾ ആരുടെയും പ്രശംസയ്ക്കായി കാത്തിരിക്കുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ മനുഷ്യർ മറ്റുള്ളവരുടെ അനുവാദം, പ്രശംസ, അംഗീകാരം എന്നിവയ്ക്ക് പിന്നാലെ പോകുന്നത്? ഇതാണ് നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കാനും ബുദ്ധി കുഴപ്പത്തിലായിരിക്കാനും ഉള്ളിൽ ഒരിക്കലും സമാധാനമില്ലാതിരിക്കാനുമുള്ള ഏറ്റവും വലിയ കാരണം. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്: സ്വയം വിശ്വസിക്കാൻ പഠിക്കുക. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കാൻ പഠിക്കുന്ന ദിവസം
എല്ലാ താക്കോലുകളും തുറക്കാൻ കഴിയുന്ന നിങ്ങളുടെ ഉള്ളിലെ താക്കോൽ നിങ്ങൾ കണ്ടെത്തും. ഒരു വ്യക്തി വീണ്ടും വീണ്ടും മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ, ഞാൻ ചെയ്യുന്നത് ശരിയാണല്ലോ, ആളുകൾക്ക് എന്നെ ഇഷ്ടമാണല്ലോ, ആളുകൾ എന്നെ പ്രശംസിക്കുമല്ലോ, അപ്പോൾ സത്യത്തിൽ അവൻ സ്വന്തം മനസ്സിനെയാണ് തടവിലാക്കുന്നത്. മറ്റുള്ളവരുടെ അംഗീകാരം തേടുന്നത് ഒരു കെണിയാണ്. ഈ കെണി പതുക്കെ പതുക്കെ വളരെ ശക്തമായി തീരുകയും മനുഷ്യൻ തന്റെ വ്യക്തിത്വവും ചിന്തയും സന്തോഷവും പോലും മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് വിജയിക്കുന്നവരും എപ്പോഴും വിഷമിക്കുന്നവരും തമ്മിൽ വ്യത്യാസമുള്ളത്. ലോകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന വിജയികൾ ആരുടെയും അംഗീകാരത്തിനായി കാത്തിരിക്കില്ല. അവർക്കറിയാം അവരുടെ വഴി ദുഷ്കരമായിരിക്കും. ആളുകൾ അവരെ വിമർശിക്കും, പരിഹസിക്കും. അവരെ മനസ്സിലാക്കാൻ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാകൂ. എന്നിട്ടും അവർ പിന്തിരിയുന്നില്ല. കാരണം അവർക്ക് അവരുടെ ലക്ഷ്യങ്ങളിൽ വിശ്വാസമുണ്ട്. അവരുടെ ഹൃദയത്തിന്റെ ശബ്ദത്തിൽ അവർക്ക് വിശ്വാസമുണ്ട്. ഈ ആത്മവിശ്വാസമാണ് അവരുടെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നത്. എല്ലാ സമയത്തും മറ്റുള്ളവരുടെ അഭിപ്രായം ആവശ്യമുള്ളവരുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. കാരണം ചിലപ്പോൾ ആർക്കും നിങ്ങളെ ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ ആരെങ്കിലും ദേഷ്യത്തിലായിരിക്കും. മറ്റൊരാളുടെ ചിന്തയെ ആശ്രയിക്കുന്നത് നിങ്ങളുടെ കാലുകളിൽ ചങ്ങലയിടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കാനുള്ള ഏറ്റവും എളുപ്പവഴി സ്വയം സത്യസന്ധമായി സംസാരിക്കുക എന്നതാണ്. എല്ലാ രാവിലെയും നിങ്ങളോട് സ്വയം ചോദിക്കുക, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, ഞാനിത് എന്തിനാണ് ചെയ്യുന്നത്, ഞാൻ എന്റെ സ്വപ്നങ്ങളോട് സത്യസന്ധനാണോ? ഈ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉത്തരം ലഭിക്കുമ്പോൾ പുറം ലോകത്തിന്റെ ബഹളങ്ങൾ നിങ്ങളെ ബാധിക്കില്ല. ഗൗതമബുദ്ധൻ പറഞ്ഞു, ആർക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല, ആർക്കും നിങ്ങളുടെ വഴികാട്ടിയാകാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വിളക്കായി മാറുക. ഇതാണ് സ്വാശ്രയത്വം. ഇതാണ് മനസ്സിനെ സ്ഥിരപ്പെടുത്തുന്ന, അസ്വസ്ഥതയില്ലാതാക്കുന്ന, ബുദ്ധിക്ക് ആഴമായ സമാധാനം നൽകുന്ന ശക്തി. ഓർക്കുക, ആളുകളുടെ ചിന്തകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇന്ന് അവർ നിങ്ങളുടെ ജോലിയെ പ്രശംസിക്കും, നാളെ അവർ വിമർശിച്ചേക്കാം. നിങ്ങളുടെ മനസ്സ് അവരുടെ അഭിപ്രായത്തെ ആശ്രയിച്ചാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സന്തോഷിക്കില്ല. എന്നാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ സത്യത്തെ ആശ്രയിച്ചാണെങ്കിൽ ലോകമിളകിയാലും നിങ്ങൾ പതറില്ല. മനുഷ്യന്റെ ചിന്തയിലുള്ള വ്യത്യാസം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ദുർബലമായ ചിന്താഗതിയുള്ളവർ ചിന്തിക്കുന്നു, ആളുകൾ എന്തു പറയും? ശക്തമായ ചിന്താഗതിയുള്ളവർ ചിന്തിക്കുന്നു, ഞാൻ എന്ത് ശരിയായി വിശ്വസിക്കുന്നു? ദുർബലമായ ചിന്താഗതിയുള്ളവർ എല്ലാ കാര്യത്തിലും ഉപദേശം തേടുന്നു. ശക്തമായ ചിന്താഗതിയുള്ളവർ പഠിക്കുന്നു, ചിന്തിക്കുന്നു, പക്ഷേ അവസാനം സ്വന്തം തീരുമാനമെടുക്കുന്നു. ദുർബലമായ ചിന്താഗതിയുള്ളവർ ആളുകൾ എന്ത് ചിന്തിക്കുമെന്ന് ഭയപ്പെടുന്നു. ശക്തമായ ചിന്താഗതിയുള്ളവർക്കറിയാം, ആളുകൾ എന്ത് ചിന്തിക്കുന്നു എന്നത് അവരുടെ ജോലിയാണ്, എന്റെയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകണമെങ്കിൽ, നിങ്ങളുടെ ബുദ്ധിയെ സ്ഥിരപ്പെടുത്തണമെങ്കിൽ ഒരു നിയമം സ്വീകരിക്കുക. നിങ്ങളുടെ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആരുടെയും അതെ അല്ലെങ്കിൽ ഇല്ല ആവശ്യമില്ല. അപ്പോൾ ബുദ്ധി ശാന്തമാകും, കാരണം അത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ അലയുന്നില്ല. മനസ്സ് ശാന്തമാകും, കാരണം അത് ആളുകൾ എന്തു പറയും എന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നില്ല. ആത്മാവ് ശാന്തമാകും, കാരണം ഞാൻ എന്റെ വഴിയിലൂടെ സത്യസന്ധമായി സഞ്ചരിക്കുന്നുവെന്ന് അതിനറിയാം. ഈ ലോകത്ത് ഓരോരുത്തരുടെയും ചിന്ത വ്യത്യസ്തമാണ്. ചിലർക്ക് നിങ്ങളുടെ ജോലി ഇഷ്ടപ്പെടും, ചിലർക്കിഷ്ടപ്പെടില്ല. ചിലർക്ക് നിങ്ങളുടെ വസ്ത്രധാരണം ഇഷ്ടപ്പെടും, ചിലർക്കിഷ്ടപ്പെടില്ല. ചിലർക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതായി തോന്നും, ചിലർക്ക് ഭ്രാന്തായി തോന്നും. നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ ശബ്ദം കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. സത്യം ഇതാണ്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനം ലഭിക്കുന്നത് സ്വയം സത്യസന്ധമായിരിക്കുന്നവർക്കാണ്. കാരണം നമ്മൾ നമ്മളോട് തന്നെ സത്യസന്ധമാകുമ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ അഭിനയിക്കേണ്ടി വരുന്നില്ല. ലോകത്തിന്റെ തിരക്കിൽ ഒരു മുഖമുണ്ട്, അതെപ്പോഴും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ തന്നെയാണ്. ആ മുഖം എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കി പുഞ്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണെന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവർ വരുന്നു, പോകുന്നു, അവരുടെ അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ സ്വയം ലഭിക്കുന്ന സംതൃപ്തിയാണ് യഥാർത്ഥ സന്തോഷം. ഓർക്കുക, നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കാൻ പഠിക്കുന്ന ദിവസം ലോകം നിങ്ങളുടെ പിന്നാലെ വരും. കാരണം ആളുകൾ ആകർഷിക്കപ്പെടുന്നത് സ്വയം പര്യാപ്തരും സ്വന്തം ജോലിക്കുവേണ്ടി നിലകൊള്ളുന്നവരും മറ്റുള്ളവരുടെ അംഗീകാരത്തിലല്ല, സ്വന്തം അംഗീകാരത്തിൽ ജീവിക്കുന്നവരുമായ ആളുകളിലേക്കാണ്. അതിനാൽ ഇന്നു മുതൽ ഈ തീരുമാനമെടുക്കുക, ഞാൻ എന്നിൽ വിശ്വസിക്കും, ഞാൻ എന്റെ തീരുമാനങ്ങളുടെ ഉടമയാകും. മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കും, പക്ഷേ എന്റെ വഴി ഞാൻ സ്വയം തീരുമാനിക്കും. അപ്പോൾ മാത്രമേ യഥാർത്ഥ സമാധാനവും യഥാർത്ഥ സന്തോഷവും യഥാർത്ഥ വിജയവും ലഭിക്കൂ. കാരണം സ്വയം വിശ്വസിക്കുന്നവരെ മാത്രമേ ലോകം വിശ്വസിക്കൂ. ചിലപ്പോൾ ജീവിതം നമ്മളെ അങ്ങനെയൊരു വഴിയിൽ കൊണ്ടെത്തിക്കും, അവിടെ ഇനി മുന്നോട്ടൊന്നുമില്ലെന്ന് തോന്നും. ചുറ്റും ഇരുട്ട്, വഴികൾ അടഞ്ഞു, പ്രതീക്ഷകൾ തകർന്നു, ഹൃദയത്തിൽ ഉള്ളിൽ നിന്ന് തിന്നുന്ന ഒരു അസ്വസ്ഥത. പക്ഷേ ഇത് ശരിക്കും അവസാനമാണോ? അതോ യഥാർത്ഥ ശക്തിയുടെ ജനനം നടക്കുന്ന പരീക്ഷയുടെ തുടക്കമാണോ ഇത്? ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ എപ്പോഴും വേദനയിൽ നിന്നാണ് വരുന്നത്. എല്ലാം ശരിയായി പോകുമ്പോൾ ആർക്കും പുഞ്ചിരിക്കാനും സന്തോഷിക്കാനും മുന്നോട്ടു പോകാനും കഴിയും. പക്ഷെ യഥാർത്ഥ ധൈര്യം കാണുന്നത് സാഹചര്യങ്ങൾ വഷളാകുമ്പോഴാണ്.
എല്ലാ ഭാഗത്തുനിന്നും നിരാശ ലഭിക്കുമ്പോൾ, എല്ലാ വാതിലുകളും അടയുമ്പോൾ, അപ്പോഴും ഒരു മനുഷ്യൻ സ്വയം വീഴാൻ അനുവദിക്കാത്തപ്പോൾ. വിഷമങ്ങളാണ് യഥാർത്ഥ പരീക്ഷ. ഈ പരീക്ഷയിൽ വിജയിക്കുന്നത് നിൽക്കാൻ പഠിക്കുന്നവരാണ്. ലോകത്തിലെ എല്ലാ മഹത്തായ കഥകളിലും ഒരു പോരാട്ടത്തിന്റെ തീയുണ്ടാകും. നിങ്ങൾ ഏതെങ്കിലും വിജയിച്ച ആളോട് അവരുടെ കഥ ചോദിച്ചാൽ എല്ലാ കഥയുടെയും നടുവിൽ തകർന്നുപോകുന്ന ഒരു കാലഘട്ടം തീർച്ചയായും ഉണ്ടാകും. പക്ഷേ അവർ തോറ്റുകൊടുത്തില്ല. അവർ സ്വയം കൈകാര്യം ചെയ്തു. ഈ നിമിഷമാണ് അവരുടെ യഥാർത്ഥ ശക്തിയായി മാറിയത്. ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ ദുർബലമായ മരങ്ങൾ വേരോടെ പിഴുതെറിയപ്പെടുന്നു. എന്നാൽ ശക്തമായ മരങ്ങൾ തങ്ങളുടെ വേരുകൾ കൂടുതൽ ആഴത്തിൽ ഉറപ്പിക്കുന്നു. അവ തകരില്ല. അവ കൂടുതൽ ശക്തരാകും. മനുഷ്യന്റെ അവസ്ഥയും ഇതുപോലെയാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തി പുറത്തുവരാനുള്ള സമയമാണ് അത്. ആളുകളുടെ ചിന്തയിലും ഈ വ്യത്യാസമുണ്ട്. ദുർബലമായ ചിന്താഗതിയുള്ളവർ പ്രശ്നങ്ങളെ ഭയപ്പെടുന്നു. അവർ പരാതി പറയുന്നു, കരയുന്നു, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ശക്തമായ ചിന്താഗതിയുള്ളവർക്കറിയാം, പ്രശ്നങ്ങളാണ് അവരെ പുതിയവരാക്കുന്നത്. അവർ സ്വയം ചോദ്യം ചെയ്യുന്നു, ഈ വേദനയിൽ നിന്ന് എനിക്കെന്ത് പഠിക്കാൻ കഴിയും? ഈ അവസ്ഥ എന്നെ എന്ത് പഠിപ്പിക്കുന്നു? ഇവിടെ നിന്നാണ് അവരുടെ ഉള്ളിൽ ഒരു പുതിയ മനുഷ്യൻ ജനിക്കുന്നത്. മനസ്സിനും ബുദ്ധിക്കും ശാന്തി നൽകാനുള്ള ഏറ്റവും വലിയ മാർഗവും ഇവിടെ ഒളിഞ്ഞിരിക്കുന്നു. ബുദ്ധിമുട്ടുകൾ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് നമ്മൾ അംഗീകരിക്കുമ്പോൾ, നമ്മൾ ഓരോ പ്രശ്നത്തെയും ജീവിതത്തിന്റെ ഒരു അധ്യായമായി കാണാൻ തുടങ്ങുന്നു. നമ്മൾ അതിനെക്കുറിച്ച് കരയുന്നില്ല, മറിച്ച് അതിനെ വായിക്കുന്നു, മനസ്സിലാക്കുന്നു, അതിൽ നിന്ന് പഠിക്കുന്നു. നിങ്ങളുടെ ബുദ്ധി ഓരോ പ്രശ്നത്തിലും ഇളകുകയാണെങ്കിൽ നിങ്ങൾ ഓരോ ചെറിയ കാര്യത്തിലും വിഷമിക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ പഠിപ്പിക്കുകയാണെങ്കിൽ ഈ സമയവും കടന്നുപോകും. അത് ശാന്തമായിരിക്കും. ഇത് ബുദ്ധൻ പഠിപ്പിച്ച അതേ കലയാണ്, സമത്വത്തിന്റെ അവസ്ഥ. ബുദ്ധൻ പറഞ്ഞു, ദുഃഖം കണ്ടിട്ടും ശാന്തമായി നിൽക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്നത്. ഇതിന്റെ അർത്ഥമിതാണ്, നമ്മൾ പ്രശ്നങ്ങളിലായിരിക്കുമ്പോഴും നമ്മുടെ ചിന്തകളെ സ്ഥിരമായി നിലനിർത്താൻ കഴിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത്. പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നു, എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്? എന്നാൽ യഥാർത്ഥ ചോദ്യം ഇതായിരിക്കണം, എനിക്കിവയിൽ നിന്ന് എങ്ങനെ വലുതാകാൻ കഴിയും? ബുദ്ധിയുടെയും മനസ്സിന്റെയും സമാധാനം വരുന്നത് നിങ്ങൾ ഓരോ പ്രശ്നത്തെയും നിങ്ങളുടെ വളർച്ചയുടെ ഭാഗമായി കാണുമ്പോൾ മാത്രമാണ്. ഓരോ പരാജയത്തിലും ഒളിഞ്ഞിരിക്കുന്ന പാഠം നിങ്ങൾ കണ്ടെത്തുമ്പോൾ. ഇന്നത്തെ ഈ വേദന ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും നാളെ എന്നെ ശക്തനാക്കുമെന്ന് നിങ്ങൾക്കറിയുമ്പോൾ. ശക്തമായ ചിന്താഗതിയുള്ളവർ സാഹചര്യങ്ങളിലല്ല, തങ്ങളുടെ മനോഭാവത്തിലാണ് പ്രവർത്തിക്കുന്നത്. മഴ പെയ്യുകയാണെങ്കിൽ കരഞ്ഞിട്ടെന്ത് കാര്യം? ഒന്നുകിൽ കുടയെടുക്കുക, അല്ലെങ്കിൽ നനയാൻ സ്വയം തയ്യാറാകുക. ഇരുട്ടാണെങ്കിൽ കരഞ്ഞിട്ടെന്ത് കിട്ടും? ഒന്നുകിൽ ഒരു വിളക്ക് കത്തിക്കുക, അല്ലെങ്കിൽ ഇരുട്ടിനെ കാണാൻ ശീലിക്കുക. ഈ ചിന്താഗതിയാണ് പ്രശ്നങ്ങളിൽ നിൽക്കാനുള്ള ശക്തി നൽകുന്നത്. നിങ്ങൾ സ്വയം പറയാൻ തുടങ്ങുമ്പോൾ, ഞാൻ വീഴാം, പക്ഷെ ഞാൻ തകരില്ല. ഞാൻ ക്ഷീണിക്കാം, പക്ഷെ ഞാൻ നിൽക്കില്ല. ഞാൻ തോൽക്കാം, പക്ഷെ പഠിച്ചുകൊണ്ട് മുന്നോട്ടു പോകും. അപ്പോൾ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. ആളുകളുടെ നല്ല ചിന്തയ്ക്ക് നമ്മൾ അവരെ പഠിപ്പിക്കണം. വേദനയിൽ നിന്ന് ഓടിപ്പോകരുത്, അതിനെ ആശ്ലേഷിക്കുക. പ്രശ്നങ്ങളെ ശത്രുവായി കാണരുത്, അവരെ ഒരു അധ്യാപകനായി കാണുക. തോൽവിയെ അപമാനമായി കണക്കാക്കരുത്, അതിനെ ഒരു അനുഭവമായി കാണുക. എല്ലാ രാവിലെയും നിങ്ങൾ കണ്ണാടിയിൽ സ്വയം നോക്കുമ്പോൾ സ്വയം പറയുക, ഇന്ന് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഞാൻ അവയിൽ നിന്ന് പഠിക്കും. ഞാൻ നിലകൊള്ളും, ഞാൻ തോൽക്കില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം ലഭിക്കുന്നത് നിങ്ങൾ തോറ്റ ശേഷവും പുഞ്ചിരിക്കുമ്പോൾ, വീണശേഷവും പറക്കാൻ കഴിയുമ്പോൾ, വേദനയ്ക്ക് ശേഷവും മുന്നോട്ടു പോകാൻ കഴിയുമ്പോൾ. ലോകം എപ്പോഴും വീഴുന്ന മനുഷ്യനെ കാണുന്നു, പക്ഷെ വീണശേഷം എഴുന്നേൽക്കുന്നവനെയാണ് അത് ബഹുമാനിക്കുന്നത്. വേദന സഹിച്ചും പുഞ്ചിരിക്കുന്നവനെ, കണ്ണുനീരിന്റെ പിന്നിലും പ്രതീക്ഷ വയ്ക്കുന്നവനെ. പ്രശ്നങ്ങളിൽ നിലകൊള്ളുന്നത് ഒരു അത്ഭുതമല്ല, അതൊരു ശീലമാണ്, ഒരു ചിന്തയാണ്, ഒരു തീരുമാനമാണ്. ഈ ശീലമുണ്ടാകുമ്പോൾ ഒരു പ്രശ്നവും വലുതായി തോന്നില്ല. ഓർക്കുക, ഇരുമ്പിനെ തീയിലിട്ടാലേ അതിനൊരു രൂപം ലഭിക്കൂ. സ്വർണത്തെ ചൂളയിലിട്ടാലേ അത് തിളങ്ങൂ. വജ്രത്തെ മിനുക്കിയാലേ അതിന് തിളക്കം ലഭിക്കൂ. അതുപോലെ മനുഷ്യനും പ്രശ്നങ്ങളിൽ നിന്നാണ് യഥാർത്ഥ ശക്തി ലഭിക്കുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു പുതിയ തുടക്കം കുറിക്കുക. പ്രശ്നങ്ങളെ ഭയപ്പെടരുത്, അവരെ നേരിടുക. കൊടുങ്കാറ്റിൽ നിന്ന് ഓടിപ്പോകരുത്, അതിനിടയിൽ നിൽക്കാൻ പഠിക്കുക. കാരണം ആ കൊടുങ്കാറ്റുകളാണ് നിങ്ങളെ ശക്തരാക്കുന്നത്. ആ പോരാട്ടങ്ങളാണ് നിങ്ങളെ ഉയർത്തുന്നത്. ആ വേദനകളാണ് നിങ്ങളെ എപ്പോഴും ആകാൻ ആഗ്രഹിച്ച വ്യക്തിയാക്കി മാറ്റുന്നത്. പ്രശ്നങ്ങൾ നിങ്ങളെ തകർക്കാൻ വരുന്നില്ല, അവർ നിങ്ങളെ രൂപപ്പെടുത്താൻ വരുന്നു. ഈ കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ പതിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാകും, നിങ്ങളുടെ ബുദ്ധി സ്ഥിരമാകും, നിങ്ങളുടെ ആത്മാവ് ശക്തമാകും. ഇതാണ് യഥാർത്ഥ ശക്തി, ഇതാണ് യഥാർത്ഥ വിജയം, ഇതാണ് യഥാർത്ഥ ജീവിതം. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടാകുന്നത് നമ്മൾ ഏതെങ്കിലും കാര്യത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോഴാണ്. അത് പണത്തിന്റെ കാര്യത്തിലായാലും, വികാരങ്ങളുടെ കാര്യത്തിലായാലും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ സ്ഥിരതയുടെ കാര്യത്തിലായാലും. നമ്മുടെ സന്തോഷം, നമ്മുടെ ആനന്ദം, നമ്മുടെ സമാധാനം മറ്റൊരാളുടെ കൈകളിലായിരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു.
ജീവിതത്തിന്റെ യഥാർത്ഥ കളി അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു മനുഷ്യൻ സാമ്പത്തികമായും മാനസികമായും വൈകാരികമായും സ്വാശ്രയനാകാൻ പഠിക്കുമ്പോൾ. കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ സഹായത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും യഥാർത്ഥ സമാധാനം ലഭിക്കില്ല. സാമ്പത്തിക സ്വാശ്രയത്വം എന്നാൽ പണം സമ്പാദിക്കുക എന്നതല്ല. അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിൽ എടുക്കുക എന്നതാണ്. എല്ലാ ചെറിയ കാര്യങ്ങൾക്കും നിങ്ങൾ ആരുടെയെങ്കിലും മുന്നിൽ കൈനീട്ടേണ്ടി വരുമ്പോൾ, നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി മറ്റൊരാളോട് സഹായം ചോദിക്കേണ്ടി വരുമ്പോൾ, പതുക്കെ പതുക്കെ ഒരു ബലഹീനത നിങ്ങളുടെ ഉള്ളിൽ വളരാൻ തുടങ്ങുന്നു. ആത്മാഭിമാനം തകരുന്നു, ആത്മവിശ്വാസം ഇളകുന്നു. എല്ലാ തീരുമാനത്തിനും മുമ്പ് ഒരു ഭയം മനസ്സിൽ കുടികൊള്ളുന്നു. എന്നാൽ നിങ്ങൾ സ്വയം സമ്പാദിക്കാൻ തുടങ്ങുമ്പോൾ, സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ, ബാങ്ക് ബാലൻസ് മാത്രമല്ല വർദ്ധിക്കുന്നത്, നിങ്ങളുടെ ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം തീരുമാനമെടുക്കാനുള്ള അവകാശം നൽകുന്നു. അപ്പോൾ നിങ്ങൾ നിർബന്ധത്താലല്ല, നിങ്ങളുടെ ഇഷ്ടപ്രകാരം ബന്ധങ്ങൾ നിലനിർത്തുന്നു. ആർക്കും നിങ്ങളുടെ തലയിൽ നന്ദികേടിന്റെ ഭാരം വയ്ക്കാൻ കഴിയില്ല. നിങ്ങൾക്കിഷ്ടമുള്ളപ്പോൾ നിങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കാം. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാം. നിങ്ങളുടെ നിബന്ധനകളിൽ ജീവിതം ജീവിക്കാം. എന്നാൽ പണം മാത്രം സമ്പാദിക്കുകയും മാനസികമായി ശക്തനാകാതിരിക്കുകയും ചെയ്താൽ ഒരു അപൂർണത അവിടെയുണ്ടാകും. കാരണം മാനസിക സ്വാശ്രയത്വം ഏതു സാഹചര്യത്തിലും മനസ്സിനെ ശാന്തമായി നിലനിർത്തുന്നു. ആളുകൾ നിങ്ങളെ വിമർശിക്കുമ്പോൾ, സാഹചര്യങ്ങൾ വഷളാകുമ്പോൾ, വഴികൾ ദുഷ്കരമാകുമ്പോൾ, അപ്പോഴും മനസ്സ് സ്ഥിരമായിരിക്കും. ഈ ലോകത്ത് കോടീശ്വരന്മാർ പോലും മാനസിക അടിമകളാണ്. കാരണം അവരുടെ ബുദ്ധി എപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് പിന്നാലെ പോകുന്നു. അവരുടെ മാനസികാവസ്ഥ സോഷ്യൽ മീഡിയയിൽ എത്ര ലൈക്കുകൾ കിട്ടി, എത്ര പ്രശംസകൾ കിട്ടി, ആരാണ് എന്ത് ചിന്തിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. എന്നാൽ നിങ്ങളുടെ ബുദ്ധിയെ ഈ കൂട്ടത്തിൽ നിന്ന് പുറത്തെടുക്കുന്ന ദിവസം നിങ്ങൾക്ക് യഥാർത്ഥ സമാധാനം ലഭിക്കും. മാനസിക സ്വാശ്രയത്വം വരുന്നത് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഉള്ളിലാണെന്ന് നിങ്ങൾക്കറിയുമ്പോൾ മാത്രമാണ്. ആരെങ്കിലും പ്രശംസിച്ചാലും ഇല്ലെങ്കിലും, ആരെങ്കിലും കൂടെയുണ്ടായാലും പോയാലും നിങ്ങളുടെ മനസ്സ് സ്ഥിരമായിരിക്കും. ഗൗതമ ബുദ്ധൻ പറഞ്ഞു, നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അംഗീകാരം ആവശ്യമില്ലാതാകുമ്പോൾ മാത്രമാണ്. ഇതാണ് യഥാർത്ഥ മാനസിക സ്വാതന്ത്ര്യം. ഇനി വൈകാരിക സ്വാശ്രയത്വത്തെക്കുറിച്ച് പറയാം. ഇതാണ് ഏറ്റവും ആഴത്തിലുള്ള ഭാഗം. കാരണം മിക്ക ആളുകളും അവരുടെ സന്തോഷം മറ്റുള്ളവരെ ആശ്രയിച്ചാണ്. ആരെങ്കിലും പ്രശംസിക്കുമ്പോൾ അവർ സന്തോഷിക്കുന്നു. ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ അവർ തകരുന്നു. ആരെങ്കിലും വിട്ടുപോയാൽ അവർ ചിതറിപ്പോകുന്നു. ഇതാണ് വൈകാരിക അടിമത്തം. ഈ കെണിയിൽ വീഴുമ്പോൾ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. വൈകാരിക സ്വാശ്രയത്വം എന്നാൽ നിങ്ങൾക്ക് ആരുടെയും ആവശ്യമില്ല എന്നല്ല. അതിന്റെ അർത്ഥം ആരെങ്കിലും പോയാലും നിങ്ങൾക്ക് സ്വയം കൈകാര്യം ചെയ്യാൻ കഴിയും. ആരെങ്കിലും ദേഷ്യപ്പെട്ടാലും നിങ്ങളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്താൻ നിങ്ങൾ അനുവദിക്കില്ല. ആരെങ്കിലും കൂടെയുണ്ടായാലും പോയാലും നിങ്ങളുടെ മനസ്സിന്റെ സന്തുലനം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നത്. നിങ്ങൾ സ്വയം അംഗീകരിക്കുമ്പോൾ, നിങ്ങളുടെ നല്ലതും ചീത്തയും നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, എല്ലാറ്റിനുമുള്ള പരിഹാരം നിങ്ങളുടെ ഉള്ളിലാണെന്ന് നിങ്ങൾക്കറിയുമ്പോൾ. ഇനി ചോദ്യം, ഇത് എങ്ങനെ സാധ്യമാകും? എങ്ങനെ നമുക്ക് സാമ്പത്തികമായും മാനസികമായും വൈകാരികമായും സ്വാശ്രയരാകാൻ കഴിയും? ഒന്നാമത്തെ വഴി സ്വയം സത്യസന്ധമായി സംസാരിക്കുക എന്നതാണ്. എല്ലാ ദിവസവും നിങ്ങളോട് സ്വയം ചോദിക്കുക, ഞാൻ എവിടെയാണ് ദുർബലൻ? എനിക്ക് എന്തിനെയാണ് ഭയം? എനിക്കെപ്പോഴും എന്തിന്റെ ആവശ്യകതയാണ് തോന്നുന്നത്? നിങ്ങളുടെ ബലഹീനതകൾ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അവയെ മാറ്റാൻ കഴിയുന്നത്. രണ്ടാമത്തെ വഴി പഠിക്കുന്നത് നിർത്തരുത്. എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയത് പഠിക്കുക. കഴിവുകൾ വർദ്ധിപ്പിക്കുക. പണം സമ്പാദിക്കാനുള്ള പുതിയ വഴികൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ചിന്തയെ വലുതാക്കുക. നിങ്ങൾക്ക് പല തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള നിങ്ങളുടെ ആശ്രയത്വം കുറയും. മൂന്നാമത്തെ വഴി ധ്യാനവും മെഡിറ്റേഷനും. എല്ലാ ദിവസവും കുറച്ച് മിനിറ്റുകൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ചലനം നിങ്ങൾ മനസ്സിലാക്കുന്നു. പതുക്കെ പുറം ലോകത്തിന്റെ ബഹളം കുറയുന്നു. നിങ്ങളുടെ ഉള്ളിലെ നിശബ്ദത വർദ്ധിക്കുന്നു. ഈ നിശബ്ദതയാണ് യഥാർത്ഥ ശക്തി. ആളുകളുടെ ചിന്തയിലെ ഏറ്റവും വലിയ വ്യത്യാസമിതാണ്. ദുർബലമായ ചിന്താഗതിയുള്ളവർ എപ്പോഴും സഹായം തേടുന്നു. ശക്തമായ ചിന്താഗതിയുള്ളവർ സ്വയം സഹായമാകുന്നു. ദുർബലമായ ചിന്താഗതിയുള്ളവർ ഭയപ്പെടുന്നു. ആരെങ്കിലും വിട്ടുപോയാൽ എന്ത് സംഭവിക്കും? ശക്തമായ ചിന്താഗതിയുള്ളവർക്കറിയാം, ആരെങ്കിലും പോയാലും എനിക്ക് സ്വയം കൈകാര്യം ചെയ്യാൻ കഴിയും. സ്വാശ്രയത്വം ഒരു ദിവസം കൊണ്ട് ലഭിക്കുന്ന ഒന്നല്ല. ഇത് എല്ലാ ദിവസവും എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളുടെ ഫലമാണ്. ഓരോ തവണയും നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുമ്പോൾ, ഓരോ തവണയും നിങ്ങൾ ഭയന്ന് പിന്നോട്ടു പോകുന്നതിനു പകരം മുന്നോട്ടു പോകുമ്പോൾ, ഓരോ തവണയും നിങ്ങൾ വേദന സഹിച്ചും പുഞ്ചിരിക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾ സ്വാശ്രയത്വത്തിലേക്ക് ഒരു ചുവട് വയ്ക്കുന്നു. ഓർക്കുക, നിങ്ങളുടെ സന്തോഷത്തിന്റെ ബട്ടൺ മറ്റൊരാളുടെ കയ്യിലായിരിക്കുന്നിടത്തോളം നിങ്ങൾക്കൊരിക്കലും യഥാർത്ഥ സമാധാനം ലഭിക്കില്ല. എന്നാൽ നിങ്ങൾ ആ ബട്ടൺ നിങ്ങളുടെ കൈകളിൽ എടുക്കുന്ന ദിവസം നിങ്ങളുടെ മനസ്സ് സ്ഥിരമായിരിക്കും, ബുദ്ധി ശാന്തമായിരിക്കും, ഹൃദയത്തിൽ ആഴമായ സമാധാനം അനുഭവപ്പെടും. ലോകം ആദരിക്കുന്നത് സ്വന്തം കാര്യങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്നവരെയാണ്.
സ്വന്തം വികാരങ്ങളുടെ ഉടമകളായവരെയാണ്. സ്വന്തം സാഹചര്യങ്ങളെ മാറ്റാൻ ധൈര്യമുള്ളവരെയാണ്. സാമ്പത്തികമായി സ്വതന്ത്രരും മാനസികമായി സ്ഥിരരും വൈകാരികമായി സന്തുലിതരുമായവരെയാണ്. കാരണം അവസാനം വിജയം ലഭിക്കുന്നത് സ്വയം കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നവർക്കാണ്. സ്വന്തം വേദനയിൽ നിന്ന് വലുതാകുന്നവർക്ക്, എല്ലാ സാഹചര്യത്തിലും മനസ്സിന്റെ സമാധാനം നിലനിർത്തുന്നവർക്ക്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം കുഴപ്പത്തിലായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും അസ്വസ്ഥമാകുന്നത്? എന്തുകൊണ്ടാണ് ബുദ്ധിക്ക് സമാധാനം കണ്ടെത്താൻ കഴിയാത്തത്? ഇതിന്റെ ഏറ്റവും വലിയ കാരണം മറ്റുള്ളവരുടെ പ്രതീക്ഷകളിൽ ജീവിക്കുന്നതാണ്. ഇന്ന് ലോകത്തിലെ ഓരോ രണ്ടാമത്തെ വ്യക്തിയും മറ്റൊരാളിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കുന്നു. മാതാപിതാക്കൾക്ക് അവരുടെ മകൻ ഡോക്ടറാകുമെന്ന് പ്രതീക്ഷയുണ്ട്. സമൂഹത്തിന് പെൺകുട്ടി വേഗം വിവാഹം കഴിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. ബന്ധുക്കൾക്ക് നിങ്ങൾക്ക് വലിയ കാറുണ്ടായിരിക്കണമെന്ന് പ്രതീക്ഷയുണ്ട്. സുഹൃത്തുക്കൾ നിങ്ങൾ അവരുടെ കാര്യങ്ങളോട് യോജിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സോഷ്യൽ മീഡിയ നിങ്ങൾ പൊങ്ങച്ചത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ അവരുടെയെല്ലാം പ്രതീക്ഷകളുടെ ഭാരം തലയിൽ ചുമന്ന് നടക്കുന്നു. പതുക്കെ പതുക്കെ നമ്മളെത്തന്നെ നഷ്ടപ്പെടുത്തുന്നു. നമ്മൾ നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം മറക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഒരു ശബ്ദമുണ്ടെന്നും നമുക്കൊരു പ്രത്യേക ചിന്തയുണ്ടെന്നും നമുക്ക് ചില തത്വങ്ങളുണ്ടെന്നും നമ്മൾ മറക്കുന്നു. സത്യത്തിൽ ജീവിതത്തിന്റെ യഥാർത്ഥ സമാധാനം വരുന്നത് ഒരു വ്യക്തി തന്റെ തത്വങ്ങളിൽ ജീവിക്കാൻ പഠിക്കുമ്പോഴാണ്. അവൻ മറ്റുള്ളവരുടെ പ്രതീക്ഷകളിൽ നിന്നല്ല, സ്വന്തം മനസാക്ഷിയുടെ ശബ്ദത്തിൽ നിന്നാണ് നടക്കേണ്ടതെന്ന് തീരുമാനിക്കുമ്പോൾ. നോക്കൂ, ആളുകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരുടെ ചിന്തയ്ക്കനുസരിച്ച് നടക്കണമെന്നാണ്. നിങ്ങൾ അവരുടെ ചിന്തയ്ക്ക് വിപരീതമായി പോയാൽ അവർ നിങ്ങളെ കുത്തുവാക്കുകൾ പറയും, വിമർശിക്കും, നിങ്ങളെ തെറ്റാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കും. പക്ഷെ ചോദ്യമിതാണ്, നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയുമോ? എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയുമോ? സത്യമിതാണ്, ലോകത്തെ ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഇന്ന് നിങ്ങൾ ഒരു പ്രതീക്ഷ പൂർത്തിയാക്കും, നാളെ അവർ മറ്റൊരു പ്രതീക്ഷയുമായി വരും. ഇന്ന് നിങ്ങൾ അവരുടെ ഒരു നിയമം അംഗീകരിക്കും, നാളെ അവർ മറ്റൊരു നിയമമുണ്ടാക്കും. അവസാനം നിങ്ങൾ തളരും, പക്ഷേ അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ്. നിങ്ങളതിനെ നിങ്ങളുടെ തത്വങ്ങൾക്കനുസരിച്ച് ജീവിക്കണം. ആളുകളുടെ ചിന്തയിലും ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസം. ദുർബലമായ ചിന്താഗതിയുള്ളവർ എപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി അന്വേഷിക്കുന്നു. അവരെല്ലാ തീരുമാനവും എടുക്കുന്നത് ആളുകൾ എന്തു പറയും എന്ന ഭയത്തിലാണ്. എന്നാൽ ശക്തമായ ചിന്താഗതിയുള്ളവർക്കറിയാം, നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനനുസരിച്ച് ജീവിക്കാത്ത പക്ഷം യഥാർത്ഥ സന്തോഷം ലഭിക്കില്ല. മനസ്സിന്റെ സമാധാനം ലഭിക്കുന്നത് നിങ്ങൾ ഉള്ളിൽ സത്യസന്ധമാകുമ്പോഴാണ്. നിങ്ങൾ നിങ്ങളുടെ തത്വങ്ങളിൽ നടക്കുമ്പോൾ. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്കറിയാം. ഗൗതമ ബുദ്ധനും പറഞ്ഞു, ആരെങ്കിലും നിങ്ങളെ എത്ര പഠിപ്പിച്ചാലും നിങ്ങളുടെ യഥാർത്ഥ ഗുരു നിങ്ങളുടെ മനസാക്ഷിയാണ്. ഇനി ചോദ്യം, എങ്ങനെ നമുക്ക് നമ്മുടെ തത്വങ്ങളിൽ ജീവിക്കാൻ തുടങ്ങാൻ കഴിയും? ആദ്യം സ്വയം ചോദ്യം ചോദിക്കുക. എന്റെ ജീവിതത്തിലെ യഥാർത്ഥ മൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ എന്തിലാണ് വിശ്വസിക്കുന്നത്? ഞാൻ സത്യസന്ധതയെ ഏറ്റവും ഉയരത്തിൽ വെക്കുന്നുണ്ടോ? ഞാൻ കഠിനാധ്വാനത്തെ എന്റെ മതമായി കണക്കാക്കുന്നുണ്ടോ? ഞാൻ സത്യത്തോടൊരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ലേ? നിങ്ങളുടെ തത്വങ്ങൾ വ്യക്തമാകുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ എളുപ്പമാകും. അപ്പോൾ നിങ്ങൾക്ക് ആരുടെയും അംഗീകാരം ആവശ്യമില്ല. രണ്ടാമത്, നിങ്ങൾ ഏതെങ്കിലും തീരുമാനത്തിൽ നിൽക്കുമ്പോൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുക. ഞാനിത് ചെയ്യുന്നത് ഇത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണോ, അതോ ആളുകൾ എന്നിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണോ? ഉത്തരം രണ്ടാമത്തേതാണെങ്കിൽ നിൽക്കുക, നിങ്ങളുടെ വഴിയിലൂടെ നടക്കുക. മൂന്നാമത്, ബുദ്ധിയെയും മനസ്സിനെയും ശാന്തമാക്കാനുള്ള ഏറ്റവും വലിയ മാർഗം താരതമ്യം ചെയ്യുന്നത് നിർത്തുക എന്നതാണ്. ആളുകൾ ഏത് സ്ഥാനത്താണ്? അവർ എന്ത് ചിന്തിക്കുന്നു? ആരാണ് മുന്നിൽ, ആരാണ് പിന്നിൽ? ഇതെല്ലാം ഉപേക്ഷിക്കുക. നിങ്ങളുടെ ഓട്ടം നിങ്ങളുമായിട്ടാണ്. നിങ്ങൾ ഇന്നലത്തേക്കാൾ എത്രത്തോളം മെച്ചപ്പെട്ടുവെന്ന് മാത്രം നോക്കുക. ആളുകളുടെ പ്രതീക്ഷകൾ ഒരിക്കലും അവസാനിക്കില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളിൽ പ്രതീക്ഷ വയ്ക്കാൻ പഠിക്കുകയാണെങ്കിൽ ലോകത്തിലെ ഒരു കൊടുങ്കാറ്റിനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. വൈകാരിക സമാധാനവും ഇവിടെ നിന്നാണ് വരുന്നത്. നിങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്കറിയുമ്പോൾ ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. ആളുകൾ എന്ത് ചിന്തിക്കും, ആരാണെന്ത് പറയും, ഈ ഭയം പതുക്കെ പതുക്കെ ഇല്ലാതാകുന്നു. ഓർക്കുക, നിങ്ങൾക്കെല്ലാവരെയും സന്തോഷിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സ്വയം സന്തോഷിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ സ്വയം സത്യസന്ധമായി സന്തോഷിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചവർ തന്നെ പതുക്കെ പതുക്കെ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. എല്ലാ മഹാനായ മനുഷ്യനും ഈ വഴിയിലൂടെ കടന്നുപോയിട്ടുണ്ട്. മഹാനായവർ ഒരിക്കലും ലോകത്തിന്റെ പ്രതീക്ഷകൾക്ക് ഭയന്ന് അവരുടെ തത്വങ്ങൾ മാറ്റിയിട്ടില്ല. ജീവിതത്തിൽ യഥാർത്ഥ ശക്തി ലഭിക്കുന്നത് ഒരു വ്യക്തിക്ക് സ്വയം ഇങ്ങനെ പറയാൻ കഴിയുമ്പോഴാണ്. എന്റെ മനസാക്ഷിക്ക് ശരിയാണെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഞാൻ എന്റെ തത്വങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകില്ല. ഇതാണ് സ്വാശ്രയത്വം. ഇതാണ് യഥാർത്ഥ ധൈര്യം. ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്നു മുതൽ സ്വയം ഒരു വാഗ്ദാനം ചെയ്യുക. ഞാൻ മറ്റുള്ളവരുടെ പ്രതീക്ഷകളുടെ ഭാരം ചുമക്കില്ല. ഞാൻ എന്റെ ജീവിതം എന്റെ നിബന്ധനകളിൽ ജീവിക്കും.
ഞാൻ എന്റെ തത്വങ്ങളുമായി ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല. കാരണം അവസാനം ലോകം മാറ്റുന്നത് അവരുടെ തത്വങ്ങളിൽ ഉറച്ചുനിൽക്കുന്നവർ മാത്രമാണ്. എത്ര പ്രശ്നങ്ങൾ വന്നാലും